സല്യൂട്ട് ഭാരത്. ഇന്ന് സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പം അതിഥിയായുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മൾ അധികം വളച്ചു കെട്ടൊന്നുമില്ലാതെ തന്നെ കാര്യത്തിലേക്ക് അങ്ങ് കടക്കാം. അതായത് ഭരണം മാറിയെന്നേ ഉള്ളൂ. ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറയുന്ന പോലെ കീ പോസ്റ്റുകളിലൊക്കെ തന്നെ കഴിഞ്ഞ ഭരണകാലത്തിരുന്നവരും തട്ടിപ്പ് വീരന്മാരും കഴിഞ്ഞ ഭരണത്തിൽ കള്ളത്തരം കാട്ടിയവരെയൊക്കെ തന്നെ വീണ്ടും എടുത്ത് ഉന്നതങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ജനകീയനാണ്, എല്ലായിടത്തും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആളാണ്, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ വേറെയാണ്. ഞാൻ വളച്ചു കിട്ടുന്നില്ല, സാറിന് പിടികിട്ടി കാണും. ശബരിമലയെ സംബന്ധിച്ചുള്ള വിഷയമാണ്. അതായത് ശബരിമല സംബന്ധിച്ചുള്ള വിഷയമാണെങ്കിലും മന്ത്രി സണ്ണി ജോസഫിന്റെ അളിയനെ നിയമിച്ച വിഷയമാണെങ്കിലും ഈ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷ മുന്നണിയെ കടത്തിവെട്ടാൻ കഴിയുന്ന അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും തീരുമാനങ്ങൾ തന്നെയാണ്. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത് കയ്യോടെ പിടിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയവും ദൗർഭാഗ്യകരവുമാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയന് പുറത്തു പോകേണ്ടി വന്നത്? സഹികെട്ട അഴിമതിയും സ്വജനപക്ഷപാതവുമാണ്. അതിന് തന്നെ UDF ഗവൺമെന്റും വഴി തുറക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് സംഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സണ്ണി ജോസഫിന്റെ അളിയനെ പേഴ്സണൽ സ്റ്റാഫിലെടുത്ത് സ്വന്തക്കാർക്ക് വീട്ടിനുള്ളിൽ നിന്ന് തന്നെ സർക്കാർ ജോലി തരപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംവിധാനം ആദ്യം തന്നെ ഉണ്ടായി. അതൊക്കെ അബദ്ധത്തിൽ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. കാരണം സണ്ണി ജോസഫ് തന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ആദ്യം മുന്നോട്ട് വന്നത്. പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടാണ് രാജിവെപ്പിച്ചത്. ഇപ്പോൾ ഇതാ ശ്രീ KV പ്രദീപ് കുമാർ, അദ്ദേഹം സ്വർണം കട്ടുകൊണ്ടുപോയ സ്ഥാപനത്തിന്റെ അഭിഭാഷകനായിട്ട് രംഗത്ത് വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ തന്നെ ഈ സ്വർണ്ണമോഷണത്തിന്റെ കേസ് അന്വേഷിക്കാനുള്ള സ്പെഷ്യൽ പ്ലീഡറായിട്ട് നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ കള്ളനെ കാവലേൽപ്പിച്ചു എന്ന് പറയുന്നതല്ലേ അതിന്റെ ശരി? ഇതൊക്കെ അബദ്ധത്തിൽ സംഭവിച്ചതാണോ? ഒരിക്കലുമല്ല. ദേവസ്വം മന്ത്രിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദേവസ്വം മന്ത്രി ശ്രീ K മുരളീധരൻ പറഞ്ഞത് അതൊക്കെ മുഖ്യമന്ത്രി എടുത്ത ഒരു നടപടിയാണ്. അപ്പോൾ പത്രക്കാർ ചോദിക്കുന്നുണ്ട് അത് മുഖ്യമന്ത്രി മാത്രമാണോ? അപ്പോൾ അദ്ദേഹം പറയുന്നു അല്ല, ഞാൻ ഉൾപ്പെടെയുള്ള ക്യാബിനറ്റിന്റെ തീരുമാനമാണ്. അപ്പോൾ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അറിഞ്ഞുകൊണ്ട് അവരുൾപ്പെടെ ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ട് നടത്തിയ നിയമനമാണ്. അപ്പൊ ഇത് ക്യാബിനറ്റ് തീരുമാനമാണ്, ആ കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് മന്ത്രി സണ്ണി ജോസഫിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് ദേവസ്വം മന്ത്രിയുടെ ചുമതലയിൽപ്പെട്ട കാര്യമാണ്, മുഖ്യമന്ത്രിയാണ് ആ കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കുന്നത്. അപ്പൊ ദേവസ്വം മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ചുമതലയിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ വെച്ചു. ചുരുക്കി പറഞ്ഞാൽ ദേവസ്വത്തിന്റെ കാര്യമാണ് എങ്കിൽ പോലും അത് ക്യാബിനറ്റിന്റെ കൂട്ടായ തീരുമാനമാണ്. മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും അടക്കമുള്ള ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ക്യാബിനറ്റ് മന്ത്രിമാരാണ്. മന്ത്രിസഭയുടെ തീരുമാനം. പക്ഷെ ഈ മന്ത്രിസഭയുടെ തീരുമാനം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ധാരാളം ഭക്തജനങ്ങളായിട്ടുള്ള ആൾക്കാർ ദേവസ്വം മന്ത്രിയെ വിളിച്ച് ഇതെന്താണ് ഇങ്ങനെ സ്വർണം കട്ടവനെ സംരക്ഷിക്കാൻ വേണ്ടി വക്കാലത്തെടുത്തവനെ ഇപ്പോൾ ആ സ്വർണം മോഷ്ടിച്ച കേസിന്റെ അന്വേഷണത്തിന് സ്പെഷ്യൽ പ്ലീഡറായിട്ട് നിയമിച്ചത് എന്ന് ചോദിച്ച് നാണക്കേടാകുമെന്ന് കണ്ടപ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് രാജി ചോദിച്ചു വാങ്ങുന്നത്. അതായത് പരസ്യമായ നാണക്കേട് രണ്ടെണ്ണമായി ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഭരണം ആരംഭിച്ചിട്ട്. എന്തു തന്നെയാണെങ്കിലും ഈ മന്ത്രിസഭ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ പിണറായിയേക്കാൾ മിടുക്കന്മാരാണ്. സ്വജനപക്ഷപാതത്തിലും കട്ട മുതൽ സംരക്ഷിക്കുന്നതിനും കള്ളനെ സംരക്ഷിക്കുന്നതിനുമെല്ലാം പിണറായിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് എന്ന് തെളിയിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, നമ്മളിവിടെ എടുത്തു പറയേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഹൈക്കോടതിയിലെ പഴയ ഒരു അഡ്വക്കേറ്റാണ്. സാർ, ഈ ഗവൺമെൻറ് പ്ലീഡർമാർ എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് പ്ലീഡർമാരെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഭരണകാലത്ത് മുഖ്യമന്ത്രിയാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പ്രത്യേകിച്ച് നിയമമന്ത്രി കൂടെയാണ്. സാർ, ഇദ്ദേഹത്തിനെ ഭരിക്കുന്നത് വേറെ ആരെങ്കിലും ഒക്കെയാണോ? പിൻസീറ്റ് ഡ്രൈവിംഗ് ആണോ ഇപ്പോൾ ശരിക്കും കോൺഗ്രസ് ഭരണകാലത്ത്? ഇപ്പോൾ ഈ ഭരണം വന്നിട്ട് 27 ദിവസം അങ്ങോട്ട് ആയിട്ടേ ഉള്ളൂ. എന്ത് തോന്നുന്നു സാർ? തീർച്ചയായിട്ടും ഗവൺമെന്റിനെ ഭരിക്കുന്നത് അഴിമതിക്കാരും തട്ടിപ്പുകാരും കൊള്ളക്കാരുമാണ് എന്ന് വ്യക്തമാക്കുന്ന സ്വജനപക്ഷപാതത്തിന്റെ ചരടുവലിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിസഭയാണ് എന്ന് ബോധ്യമാക്കുന്ന നടപടികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
ഈ മന്ത്രിസഭയെ സംബന്ധിച്ച് ആശങ്കകൾ വളരെയേറെ ഉയരുകയാണ്. മന്ത്രിസഭയുടെ മധുവിധു വളരെ അവസാനിക്കാൻ പോവുകയാണ്. ഈ കാര്യത്തിൽ തന്നെ മന്ത്രിമാർ പരസ്പരം പഴിചാരുകയാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ഞാനല്ല മുഖ്യമന്ത്രിയാണെന്നും അവസാനം അത് ക്യാബിനറ്റ് തീരുമാനമാണെന്നും അത് മന്ത്രി സണ്ണി ജോസഫിനോട് ചോദിക്കുമ്പോൾ അത് ഞാനല്ല അത് ദേവസ്വം മന്ത്രിയാണെന്നും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ ക്യാബിനറ്റ് തീരുമാനം ഭരണസമിതിയുടെ അല്ലെങ്കിൽ ഭരണ മുന്നണിയുടെ മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനം തന്നെ അഴിമതിക്ക് വേണ്ടിയുള്ളതാണ്. അഴിമതി കാര്യത്തിൽ അല്ലെങ്കിൽ മോഷണ കാര്യത്തിൽ അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിന്റെ കാര്യത്തിൽ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ഒറ്റക്കെട്ടായി ക്യാബിനറ്റിൽ തീരുമാനമെടുക്കുന്നു എന്നാണ് മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പ്രതീക്ഷയ്ക്ക് യാതൊരു അവകാശവുമില്ല. അപ്പോൾ അഴിമതിയെ സംരക്ഷിക്കാനും വളർത്താനും അതിലൂടെ തന്നെ മുന്നോട്ട് പോകാനുമുള്ള അടിയുറച്ച തീരുമാനം ക്യാബിനറ്റിൻ്റെതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. സർ, ഇതിനുള്ളൊരു മറുപടി, അതായത് ജനങ്ങളുടെ ഹിതം നോക്കിയിട്ട് ഞങ്ങൾ ആ ഗവൺമെൻറ് പ്ലീഡറെ ക്ഷമിക്കുക സ്പെഷ്യൽ പ്ലീഡർ ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ പ്ലീഡറെ ഞങ്ങൾ മാറ്റിയിരിക്കുന്നു, ജനഹിതം നോക്കിയാണ് എന്ന് പറഞ്ഞ് തടികൂരാൻ ശ്രമിക്കുമ്പോൾ ഇതിന് ഉത്തരം അവർ നൽകേണ്ടി വരില്ലേ? ശരിക്കുള്ള ഉത്തരം. അല്ല, തീർച്ചയായിട്ടും ഇവിടെ ജനങ്ങള് ജാഗ്രത പാലിക്കണം. പക്ഷെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷം ജാഗ്രത പാലിക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും അവരും ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിലനിൽക്കുന്നത് ഇത്രയൊക്കെ ചർച്ച ചെയ്യപ്പെട്ട അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും സ്വർണ്ണക്കൊള്ളയുടെയും ദേവസ്വത്തിലെ അനാസ്ഥയുടെയും വിപുലമായ രീതിയിൽ ചർച്ച ചെയ്ത് സ്വർണം കട്ടവൻ ആരപ്പ എന്ന് പാട്ടും പാടി അധികാരത്തിൽ കയറിയ UDF അതേ കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിയമം നിർമ്മാണത്തിന് വേണ്ടിയും നിയമപരമായ സംരക്ഷണത്തിന് വേണ്ടിയും നടപടികൾ സ്വീകരിച്ച് നിയമനങ്ങൾ നടത്തുമ്പോൾ ഇതില് ആരാണ് സ്വർണം കെട്ടത് എന്നുള്ളത് ഇപ്പൊ സംശയമാകുകയാണ്. അതായത് സ്വർണം കെട്ടത് സഖാക്കളാണ് എന്ന് പറഞ്ഞത് തെറ്റിപ്പോയോ, സ്വർണം കെട്ടത് കോൺഗ്രസ് തന്നെയാണോ എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സ്വർണ്ണമോഷണ കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും സംയുക്തമായി നിന്നുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യ മുന്നണി പോലെ തന്നെ ഒരൊറ്റ മുന്നണിയായി നിന്നുകൊണ്ട് സ്വർണ്ണമോഷണം നടത്തി ശബരിമലയ്ക്ക് എതിരെയുള്ള നീക്കത്തിന്റെ കാര്യത്തിൽ LDFും UDFും അല്ല, പകരം ഇന്ത്യ മുന്നണിയാണ് നിലവിലുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ ബോധ്യമാവുന്നത്. സർ, ഇങ്ങനെയുള്ള ജനപക്ഷത്ത് നിൽക്കുന്ന നിരവധി കാര്യങ്ങൾക്ക് ഇത്തരത്തിൽ, അതായത് ജനം ത്യജിക്കാൻ ആഗ്രഹിച്ചിരുന്നവരെ എടുത്ത് മുകളിലിരുത്തി ചെയ്യുന്ന പരിപാടി ഈ ഭരണം ഇപ്പോൾ തുടങ്ങിയിട്ട് 27 ദിവസം ആവുമ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും കണ്ടതാണ്. നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിലൊരു നേരിയ പങ്കെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉള്ള കണ്ണൂർ കളക്ടറായിരുന്ന വ്യക്തിയെ ഇന്നിപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കഴിഞ്ഞ ഭരണത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് ഇവർ വീണ്ടും വെച്ചിരിക്കുകയാണ്. പിന്നെ കുറേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുകളെ നിയമിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണോ എന്ന് സംശയം ജനിക്കുന്നുണ്ട്. ഏതായാലും ഈ പറയുന്ന സാറ് പറഞ്ഞ പോലെ ഹണിമൂൺ കാലത്ത് തന്നെ ഒരു കാര്യം കൂടെ, ഹണിമൂൺ കാലത്ത് തന്നെ സംഘടന ഒരു വശത്ത്, മന്ത്രിസഭ മറ്റൊരു വശത്ത്. അതായത് കോൺഗ്രസ് സംഘടനയ്ക്ക് ഇപ്പോൾ KPC പ്രസിഡൻ്റായിരിക്കുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫ്. അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഞങ്ങൾ സംഘടനയൊന്നും ശ്രദ്ധിക്കാറില്ല. സർ, ഇതൊരു ശരിയായ മറുപടിയാണ്. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. കാര്യം ഗവൺമെൻറ് ലീഡർമാരെയൊക്കെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ സംഘടന കൂടെ ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ലേ? ശരിയാണ്. അയ്യപ്പദാസ് ചൂണ്ടിക്കാണിച്ചത് വളരെ വാല്യുബിൾ പോയിന്റ് ആണ്. സംഘടന, കോൺഗ്രസ് പാർട്ടി ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, അതൊക്കെ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് തലത്തിൽ തീരുമാനമെടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമായ മറ്റൊരു കാര്യമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് അധികാരം വഴുതിപ്പോയിരിക്കുന്നു. അപ്പോൾ അധികാരം എങ്ങോട്ട് പോയി? അധികാരം മറ്റുള്ള പാർട്ടികളാണ്. അതിന് ഓമന പേരിട്ട് വിളിക്കുന്നതാണ് സർക്കാർ, ഗവൺമെന്റ് എന്ന്. കോൺഗ്രസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു, മറ്റു ചിലരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയുന്നതിന് പകരമാണ് കോൺഗ്രസ് ഇടപെടുന്നില്ല, സർക്കാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഏതായാലും സണ്ണി ജോസഫ് ആ കാര്യം തുറന്നു പറഞ്ഞതോടുകൂടി അപ്പോൾ സർക്കാർ ആരുടെ കയ്യിലാണ് എന്ന് വ്യക്തമായി. സർക്കാർ കോൺഗ്രസിന്റെ കയ്യിലല്ല. അപ്പോൾ ഈ സർക്കാരിന്റെ, അതായത് കോൺഗ്രസിന് നിയന്ത്രണമില്ലാത്ത, കോൺഗ്രസിന് അധികാരമില്ലാത്ത ഒരു സർക്കാർ പേരിനൊരു മുഖ്യമന്ത്രിയെയും കുറെ മന്ത്രിമാരെയും വെച്ച് മറ്റാർക്കോ വേണ്ടി ഭരണം നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ കാട്ടുകള്ളന്മാർക്കും കൊള്ളക്കാർക്കും സ്വർണം കട്ടവനും ഒക്കെ വേണ്ടി ഭരണം നടത്തുകയാണ്.
അപ്പൊ കൊള്ളക്കാരുടെ കയ്യിലേക്ക് ഭരണം വിട്ടുകൊടുക്കുന്ന ഒരു നടപടിയാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. അതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന സഖ്യകക്ഷിയായിട്ടാണ് CPIM-ന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണി നിൽക്കുന്നത്. ഇവർ രണ്ട് മുന്നണികളും ഒന്നിച്ചുകൂടി ഇവർ രണ്ടുപേരും ചെയ്ത മുഴുവൻ മോഷണവും കൊള്ളയും ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളിയാണ് ഈ നിയമനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നത്. നന്ദി. താങ്ക് യു സാർ.